നമ്മളിന്ന് ഈ സെഷനില് നമ്മളിങ്ങനെ പ്രൊഫഷണലായിട്ട് സ്ക്രിപ്റ്റ്സ് നമ്മൾ മായയുടെ ചെറിയ ചെറിയ മോഡലിനെ നമുക്ക് പോകും. എല്ലാവരും അത് ബിസിനസ്സായിട്ട് നോക്കുന്നത് ഇൻഫോർമേഷനാണ്. ഓക്കെ, എന്തായാലും ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളൊരു സ്ഥാപനത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ഫ്രീലാൻസ് കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ പ്രൊഫഷണലായിട്ട് ഒരു സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യാം. ഫയലിനകത്ത് ഇവിടെ സെറ്റ് പ്രോജക്റ്റ് പ്രൊജക്ട് വിൻഡോ എന്ന് നോക്കും. ഈ രണ്ട് കാര്യമാണ്. ഒന്ന് സെറ്റ് പ്രോജക്റ്റ്, ഒന്ന് പ്രൊജക്ട്. പ്രൊജക്ട് വിൻഡോ ആണ് ഇപ്പോൾ നോക്കുന്നത്. പ്രൊജക്ട് വിൻഡോ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ആക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഇവിടുന്ന് പ്രൊജക്ട് വിൻഡോ എന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ്. ഈ ബോക്സിനകത്ത് ഇവിടെ ന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് അല്ലെ? അപ്പൊ ജസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്തായി ഇവിടെ ആക്റ്റീവ് ആയി. ഓക്കെ, ഇല്ലെങ്കിൽ ആക്റ്റീവ് ആവില്ല. ജസ്റ്റ് ഇവിടെ ആക്റ്റീവ് ആയി. ഇല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ ഏതാണോ അതാണ് ആക്റ്റീവ് ആയിട്ട് നിൽക്കുള്ളൂ. പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതിലാണ് ആക്റ്റീവ് ആയിട്ട്. എപ്പോഴും ന്യൂ ഇട്ട് കഴിഞ്ഞാൽ ചെയ്യും. ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. ഞാൻ ഇവിടെ ഇപ്പൊ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. മൈ കമ്പ്യൂട്ടറിന്റെ അകത്ത് വീക്കകത്ത് ക്ലാസസിന്റെ അകത്ത് 2026 മാനിക്കും ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്. ന്യൂ ഫോൾഡർ നിങ്ങൾക്ക് അതിന് പേരിടണമെങ്കിൽ പേരിടാം. ഞാൻ ഇവിടെ സ്വരം പേരിടുവാണെങ്കിൽ എന്റെ പേരിടുവാണെങ്കിൽ അല്ലെങ്കിൽ സാധാരണ ചെയ്യുന്നത് പേരല്ല, നമ്മൾ എന്ത് പ്രൊജക്റ്റ് ആണോ ചെയ്യുന്നത് ആ പ്രൊജക്ട് പേരാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഒരു കമ്പനിക്കാണെങ്കിൽ കമ്പനിയുടെ വർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഡേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ വർക്കിന് അവരിട്ടേക്കുന്ന പേരായിരിക്കും. എന്തായാലും ആ മെൻഷൻ ചെയ്യുന്നത് ആ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ജസ്റ്റ് അതിട്ടു. ഞാൻ ജസ്റ്റ് സെലക്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇത് ഫോൾഡർ നെയിം ആണ്. ഓക്കെ, മനസ്സിലാക്കാം. പ്രൊജക്ട് നെയിം അല്ല, ഫോൾഡർ നെയിം ആണ്. ഈ ക്ലാസസിന്റെ അകത്ത് 2026 അകത്ത് സുലു എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ഇത് ഫോൾഡർ നെയിമാണ്. ഈ പ്രൊജക്ട് നെയിമാണ്. ഇത് കറന്റ് പ്രൊജക്ട് നെയിമാണ്. പ്രൊജക്ടിന്റെ നെയിം എന്താണ് കൊടുക്കുന്നത്. ഓക്കെ, ഞാനിപ്പോ ഒരു എന്തെങ്കിലും ഇന്നത്തെ ഡേറ്റ് കൊടുക്കുന്നത്. ഇന്നത്തെ ഡേറ്റ് എത്ര? 19 6 06/2026. ഓക്കെ, വരാവേ. ഓക്കെ, ഇത്രയും കൊടുക്കുന്നത്. ഇത്രയും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്തായി, ഞാൻ ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എക്സെപ്റ്റ് കൊടുക്കും. ഇത്രയും ബാക്കിയുള്ള ഫോൾഡേഴ്സ് ഒന്നും നോക്കണ്ട, മറ്റുള്ള ഡീറ്റെയിൽസ് ഒന്നും നോക്കണ്ട. ആക്സെപ്റ്റ് കൊടുത്താൽ അപ്പോൾ എന്തായി, ഒരു പ്രൊജക്ട് വിൻഡോ സെറ്റായി. അടുത്ത സ്റ്റെപ്പ് ഫയലിനകത്ത് തന്നെ പോയിട്ട് സേവാസ് ഉണ്ട്. സേവാസ് കൊടുത്ത് കഴിയുമ്പോൾ നോക്കുക. ഈക്കകത്ത് ക്ലാസസിനകത്ത് 2026 മാനിക്കത്ത് സുലുവിന്റെ അത് ഇന്നത്തെ ഡേറ്റില് ഒരു ഫോൾഡർ ഉണ്ട്. അതിന്റെ അകത്ത് തീംസ് പറഞ്ഞിട്ടാണ്. തീംസിനകത്തേക്കാണ് പോയി സേവ് ആകുന്നത്. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന്. ഓക്കെ, സ്റ്റെപ്പ് 1 പ്രൊജക്ട് സെറ്റായി. ഓക്കെ, ഇങ്ങനെയാണ് പ്രൊജക്ട് വിൻഡോ സെറ്റ്. ഓക്കെ, എല്ലാവരും പെട്ടെന്ന് ഒരു പ്രൊജക്ട് വിൻഡോ സെറ്റ് ചെയ്യും.